ഫസ്റ്റ് എപ്പിസോഡിൽ ഏക നാഗമാണിക്യം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും വീറ്റ ക്യാപ്റ്റൻ പ്ലായുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീറ്റയും മരീക്കയും രാവിലെ ജോഗ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഫിലിം കിസയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വെൻ എ സ്നെയിൽ ഫോൾ ഇൻ ലവ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയുടെ മലയാളം എക്സ്പ്ലനേഷൻ ആണിത്. ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് എപ്പിസോഡിന്റെ കഥ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ഫസ്റ്റ് എപ്പിസോഡ് കൂടി കാണാൻ ശ്രമിക്കുക. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് മരീക്കയും വീറ്റയും കൂടി ജോഗിങ് ചെയ്യുകയാണ്. മരീക്ക പറയുന്നുണ്ട്, എന്തായാലും ക്യാപ്റ്റൻ പ്ല വളരെ നല്ല മനുഷ്യനാണ്, അതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അദ്ദേഹം ഫിസിക്കൽ പെർഫോമൻസിന്റെ സ്കോറുകളിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആണ്, എന്നിട്ടും നിന്നെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മരീക്കയ്ക്ക് നേരത്തെ തന്നെ ക്യാപ്റ്റൻ പ്ലാനെ അറിയാം. വിറ്റ വളരെ സ്ലോ ആയതുകൊണ്ട് മരീക്ക വേഗം പോകുന്നുണ്ട്. പാർക്കിന്റെ സൈഡിലായി ഒരു സ്ത്രീക്ക് അപകടം പറ്റി കിടക്കുന്നുണ്ടാകും. ഉടനെ തന്നെ വിറ്റ ആ പരിസരങ്ങളെല്ലാം നിരീക്ഷിച്ച് അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുക്കുന്നുണ്ട്, അവളെ ഹെൽപ്പ് ചെയ്യാൻ. ആ സമയത്ത് ഒരാളും കൂടി വരുന്നുണ്ട്. വീറ്റ ഇങ്ങനെ പാർക്കിന്റെ സൈഡിലായിട്ട് ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നു എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ അത്രയും നേരം സഹായിച്ച അയാളുടെ ധൈര്യമൊക്കെ പോകുന്നുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസുകാരും അതുപോലെ തന്നെ വീറ്റയുടെ ടീംമേറ്റ്സും കൂടി എത്തിയിട്ടുണ്ട്. അവരോട് കണ്ട കാര്യങ്ങളെല്ലാം വീറ്റ പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് അരക്കവാള് വെച്ചിട്ടാണ്. അപ്പൊ ആ പെൺകുട്ടി ഹോസ്പിറ്റലിലാണ്. ഇപ്പൊ ടീംമേറ്റ്സിലുള്ള ആള് പറയുന്നുണ്ട്, മുമ്പും ഇതുപോലെ തന്നെ പാർക്കിന്റെ പല സൈഡുകളിൽ ഈ വാള് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് കേസു എവിടെയും മുന്നോട്ട് പോയില്ല. ടീംമേറ്റ്സ് വീറ്റയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് മർഡർ ആണെന്ന് തോന്നിക്കാനുള്ള കാരണം? ചിലപ്പോ അതൊരു നോർമൽ ആക്സിഡന്റ് ആയിക്കൂടെ? അതിന് മറുപടിയായിട്ട് വീറ്റ പറയുന്നത്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആക്സിഡന്റ് നടന്ന പരിസരം നോക്കുമ്പോ ആളുകൾ നടക്കുന്ന വഴിയിലാണ് ആ ടേപ്പ് സീൽ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ റോട്ടിൽ വിതറിയിട്ടിട്ടുണ്ട്. അതായത് നേർവഴിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരു വഴി ആളുകൾ സ്വീകരിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ അപകടം സംഭവിക്കുകയുള്ളൂ. അത് മാത്രമല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും വാള് സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം അത് വളരെയധികം ഷാർപ്പനാണ്. പിന്നെ ആ പെൺകുട്ടി വീഴുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വാളിലാണെങ്കിൽ ആ കുട്ടിക്ക് മുറിവ് സംഭവിക്കുന്നത് അവളുടെ കഴുത്തിലായിരിക്കും. പക്ഷെ ഭാഗ്യം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. അങ്ങനെ വീറ്റയുടെ ഫൈൻഡിങ്സിലെല്ലാം തന്നെ ടീംമേറ്റ്സും ശരിവെക്കാണ്. അവർക്കും അത് ശരിയായിട്ടാണ് തോന്നുന്നത്. അവളുടെ ഫൈൻഡിങ്സ് ഒക്കെ അവർക്ക് ഇഷ്ടമായി, അതൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ക്രൈം നടന്ന സ്ഥലത്ത്, വളരെ റിസ്ക് ഉള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വീറ്റ നിൽക്കുന്നതിൽ അവർക്ക് നല്ല അഭിപ്രായമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി നല്ല ചീത്ത വെക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞ് മരീക്കോട് പറയാണ്, നിന്റെ ഫ്രണ്ടിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ വീറ്റ പോയോടത്തുനിന്ന് ഓടി വന്നിട്ട്, ഒരു വിറ്റ്നസ് ആയിട്ടെങ്കിലും എനിക്ക് ഇവിടെ നിൽക്കാലോ എന്ന് പറയുമ്പോ, എന്നാ നീ തന്നെ ക്യാപ്റ്റനോട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ചീഫിന്റെ അത്രയ്ക്കും പാവമൊന്നും അല്ല ക്യാപ്റ്റൻ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചോ എന്നുള്ള രീതിയിലാണ് ഹാൻഡ് നിൽക്കുന്നത്. ടീംമേറ്റ്സ് ക്യാപ്റ്റനെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. ആ സെയിം ആള് തന്നെയാണ് വീണ്ടും ഇത് ചെയ്തിരിക്കുന്നത്. സംഭവം നടന്ന പരിസരത്തൊന്നും തന്നെ സർവൈലൻസ് ക്യാമറകളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ ഏരിയ ഫുൾ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. വീറ്റ ചിന്തിക്കുന്നത്, നമ്മള് ഒരു ക്രൈം അന്വേഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ഒരു ക്രിമിനലിനെ പോലെയാണ്. ഏതൊരു ക്രിമിനലും അയാളെ സെലക്ട് ചെയ്യുന്ന പ്ലോട്ടും അയാളെ യൂസ് ചെയ്യുന്ന ടൂളും അയാളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ CIY റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കുറച്ചു നാൾക്ക് മുമ്പ് CIYക്ക് എതിരായിട്ട് ഒരു എംപ്ലോയി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൺസ്ട്രക്ഷൻ വർക്കിനിടയിൽ അയാളുടെ കാലിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അയാൾ ഒരുപാട് നഷ്ടപരിഹാരവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കോടതിയിൽ വിധി വന്നു കഴിഞ്ഞപ്പോ അത് ഒരു നിസ്സാര അപകടമായിട്ട് എഴുതി തള്ളുകയാണ് ഉണ്ടായത്. CIY ഒരു ലോസ്യൂട്ടും കൂടി കൊടുത്തപ്പോ അയാൾക്ക് ഒരു പോലും കിട്ടുകയും ചെയ്തില്ല. ഈ ക്രിമിനലിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക ഈ ഇതേ ആയുധം കൊണ്ടായിരിക്കാം. അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആരാണ് ശരിക്കും ഇതിന് പുറകിലുള്ള ആളെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വീറ്റ, ഇത് ഈ ടീംമേറ്റിന്റെ പേര് നിങ്ങെന്നാണ്, നിങ്ങിനോട് പറയുന്നുണ്ട്, ആരെങ്കിലും CIY കേസ് ചാർജ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും എംപ്ലോയീസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെ മറ്റേ ടീംമേറ്റിനോട് പറയുമ്പോൾ അവനും ഇത് തന്നെയാണ് സെയിം പറയുന്നത്. നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ എന്നോട് വീറ്റ പറഞ്ഞതാണെന്നും എന്റെ അടുത്ത് ക്യാപ്റ്റൻ പറഞ്ഞതാണെന്നും ഒരുമിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവർ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽ എടുക്കാൻ പോകുമ്പോൾ വീറ്റ ചോദിക്കുന്നുണ്ട്, എന്നെയും കൂടി കൊണ്ടുപോകുന്നു. എന്നാ പിന്നെ വാ, ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ട് ഹാൻ ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവള് നിൽക്കൂല, അവൾ എങ്ങനെയെങ്കിലും
എന്തായാലും വരും. അങ്ങനെ അവളെയും കൂടി കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ കൊലയാളി ഫ്ലാറ്റ് നമ്പർ 605 ഉണ്ടെന്ന് മനസ്സിലായിട്ട് അവർ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ക്യൂരിയോസിറ്റി കൂടിയിട്ട് വീറ്റ് ഫ്രണ്ടിലേക്ക് ചാടി കയറി വരുന്നുണ്ട്. അപ്പൊ ഹാൻ പിടിച്ച് നേരെ പതുക്കെ ചെവിക്ക് പിടിച്ച് പുറകിലാക്കിയിട്ട് എങ്ങോടാ പോണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പാവ ഒരു പൂച്ചക്കുട്ടീനെ പോലെ മാറി നിൽക്കുന്നുണ്ട്. അതായത് ഒരു പുതിയൊരു കേസ് വരുമ്പോ അവൾ അറിയാണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വളരുന്നുണ്ട്, എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഒരു സസ്പെക്ട് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ത്വരയിലാണ് അവള് നിൽക്കുന്നത്. അങ്ങനെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഹാനും ടീമും എല്ലാവരും കൂടി സ്റ്റെയർ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. വീറ്റ് ഏറ്റവും ആദ്യം ഫ്രണ്ടിൽ പോകുമ്പോ ഹാൻ വീണ്ടും പിടിച്ച് പുറകെ നിർത്തുന്നുണ്ട്. നീ എങ്ങോട്ടായി പോകുന്നേ? നീ ഇവിടെ നിന്നാ മതി. ക്യാപ്റ്റൻ വരുമ്പോഴേ ക്യാപ്റ്റനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. വേറൊന്നും കൊണ്ടല്ല, ഫൈറ്റ് അറിയാൻ പാടില്ല. അവളും അടി മേടിക്കും, ബാക്കിയുള്ളവർക്കും മേടിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവളെ കൊണ്ടുപോകാത്തത്. പക്ഷെ അവള് താഴെയാണ് നിൽക്കുന്നെങ്കിലും കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം അവള് വായിച്ചു നോക്കുന്നുണ്ട്, യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ലിഫ്റ്റിന്റെ അവിടെയായിട്ട് എലവേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ അപ്പുറത്ത് ആ ഫ്ലാറ്റിന്റെ ഫുൾ ചാർട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് വേറൊരു എലവേറ്റർ കൂടി ഉണ്ടെന്ന് വീറ്റയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ ആ വഴി നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീറ്റ അവളുടെ സൈഡിൽ കൂടി ഒരു അന്വേഷണം നടത്താൻ പോവുകയാണ്. അതേസമയം ഇപ്പുറത്തെ സൈഡില് ഹാനും നിങ്ങും ഡായും മിങ്ങും കൂടി ഈ സസ്പെക്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവർ ഗണ്ണൊക്കെ കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് വീറ്റ അടുത്തൊരു എലവേറ്റർ ഉണ്ട്. അത് ഓപ്പൺ ആവുമ്പോ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വരികയാണ്. അയാളുടെ കാല് ഇൻജുവേർഡ് ആണ്. അപ്പൊ തന്നെ അവളുടെ നിഗമനങ്ങളും ഊഹങ്ങളും കറക്റ്റ് ആയ പോലെയും ഇത് തന്നെയാണ് അവൾ ഉദ്ദേശിച്ച ആളെന്നും അവൾക്ക് മനസ്സിലായി തുടങ്ങി. വീറ്റമ്മ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഓൾഡ് ബ്ലോക്കിലാണുള്ളത്, എനിക്ക് തോന്നുന്നു ഇയാള് തന്നെയാണ് സസ്പെക്ട് എന്ന്. അപ്പൊ തന്നെ ഒരു കൈ വന്ന് ആ എലവേറ്റർ തടഞ്ഞ് ആ സസ്പെക്റ്റും അവളുടെ കൂടെ തന്നെ ആ ലിഫ്റ്റിൽ കയറുന്നുണ്ട്. അപ്പൊ തന്നെ മിങ് എല്ലാവരോടും പറയുന്നുണ്ട് വീറ്റ അപകടത്തിലാണ്, അവള് സസ്പെക്റ്റിന്റെ അടുത്താണ് ഉള്ളതെന്ന്. ഈ സമയം ഡാ ക്യാപ്റ്റൻ പ്ലായ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ക്യാപ്റ്റൻ പ്ലായ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ന്യൂ കമർ ആയിട്ടുള്ള ആളാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷന് കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് പ്ലാ ചീത്ത പറയുന്നുണ്ട്. അതേസമയം തന്നെ അവരുടെ ലൊക്കേഷൻ ചോദിച്ചിട്ട് പ്ലായ് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതേസമയം വീറ്റ ലിഫ്റ്റിൽ നിന്നിട്ട് ഏത് ഫ്ലോറിലാണ് ഇറങ്ങണ്ടേന്ന് വരെ അവള് മറന്നുപോയി. ആ സസ്പെക്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്ന്. അവള് തിരിച്ചും അവളുടെ സകല കോൺഫിഡൻസും ധൈര്യവും പുറത്തേക്ക് എടുത്ത് അവള് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് ഫ്ലോർ ആണ് എന്ന് ചോദിക്കുമ്പോ നീ ഇറങ്ങുന്ന അതേ ഫ്ലോറിൽ തന്നെ എന്നാണ് അയാളെ മറുപടി കൊടുക്കുന്നത്. അങ്ങനെ 5th ഫ്ലോറിലായി കഴിയുമ്പോ വീറ്റ പതുക്കെ ഇറങ്ങുകയാണ്. വീറ്റ അയാള് വരും എന്നുള്ളത് അവൾക്ക് 100% ഉറപ്പാണ്. അങ്ങനെ പതുക്കെ അയാള് പുറത്തേക്ക് ഇറങ്ങി അതേ നിമിഷം തന്നെ അവള് തിരിച്ച് ലിഫ്റ്റിലേക്ക് ഓടിക്കയറാണ്. പക്ഷെ അപ്പോഴേക്കും അവൾ അപകടത്തിലായി കഴിഞ്ഞിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ക്യാപ്റ്റനെയാണ്. വീറ്റ കണ്ടെത്തിയ അതേ ഫൈൻഡിങ്സിൽ തന്നെയാണ് ക്യാപ്റ്റനും എത്തുന്നത്. അടുത്ത സീനിൽ ടെറസിന്റെ മുകളിൽ വീറ്റനെ ആ സസ്പെക്ട് കൊണ്ടുവന്നിട്ട് അവളുടെ കഴുത്തിൽ ആ വാള് പോലുള്ള സാധനം വെച്ചിട്ട് പറയുന്നുണ്ട്, പണക്കാർക്ക് എന്തും ആവാം, അവർക്ക് കാശുണ്ടാക്കാം, എന്നെ പോലുള്ള തൊഴിലാളികൾക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കറിയില്ല സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട്, കോടതി കേസ് കാര്യങ്ങളായിട്ട് നടക്കുന്നതിന്റെ വിഷമങ്ങൾ അറിയില്ല. ഇങ്ങനെ ഓരോന്ന് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീറ്റയോട് പറയുന്നുണ്ട്, നീ ഒരു പോലീസുകാരിയാണ്. അവളൊരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ അവളെയും കൊല്ലാൻ പോവാണ് അയാള്. എന്നെ കൊന്നാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. 10 മിനിറ്റിനുള്ളിൽ നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യും. ഇവിടെ ഫുൾ പോലീസ് വളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവള് പറയുന്നുണ്ട്. പക്ഷെ അവള് പല രീതിയിലും പറഞ്ഞ അയാളെ കൺവിൻസ് ചെയ്യാനും അയാളുടെ മനസ്സ് മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയമാണ് ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരുന്നത്. ക്യാപ്റ്റനെ കാണുന്നതോടുകൂടി അയാള് വീറ്റനെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുകയാണ്. മരണം മുന്നിൽ കണ്ട് വീറ്റ കണ്ണുകൾ അടയ്ക്കുന്ന സമയം ക്യാപ്റ്റൻ ആ സസ്പെക്റ്റിനെ ഷൂട്ട് ചെയ്യാണ്. ആകെ പേടിച്ച് ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ വീറ്റ നിൽക്കുന്നത്. ഹീറോ അടുത്ത് വന്നിട്ട് അവളെ കുറച്ച് കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുകളിൽ വീണ്ടും ഇതുപോലെ തന്നെ ഓരോ കേസ് അന്വേഷണവും അതിന്റെ ഫൈൻഡിങ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലോക്കൽ പോലീസിന് വിവരം അറിയിച്ചത് മേരിയായിരുന്നു. അവരുടെ 16 വയസ്സുള്ള മകളെ നാഗ ഗ്യാങ് കിഡ്നാപ്പ് ചെയ്തു. പക്ഷെ കിഡ്നാപ്പ് ചെയ്തതിനുള്ള ഒരു തരത്തിലുള്ള ഫൈൻഡിങ്സോ എവിഡൻസോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ആരാധിക്കുന്ന ദേവത നാഗയാണെന്ന്.